ചിറ്റ് വീഡിയോ ആണ്, അങ്ങനെ കരുതിയാൽ മതി കേട്ടോ. എനിക്ക് പറയാൻ ഉള്ള കാര്യങ്ങൾ എപ്പോഴും ഒന്നും നമുക്ക് എഴുതിയിടലോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നടക്കത്തില്ല. അപ്പോൾ ഒരു വീഡിയോ എടുത്തിടാൻ പോലും ആക്ച്വലി നേരം കിട്ടാറില്ല, അത്രയേറെ തിരക്കാണ്. വർക്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 9 to 5 ആണ് എൻ്റെ ജോബ്. അപ്പോൾ എനിക്കതിൻ്റെ ഇടയിൽ വേറെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ചെയ്യാൻ എനിക്ക് നേരം കിട്ടാറില്ല. പിന്നെ ഉള്ളത് നമുക്ക് ഈ പറയുന്ന പോലെ ആഴ്ചയിൽ ഒരു ദിവസം കിട്ടുന്ന അവധി ദിവസമോ അല്ലെങ്കിൽ ഇടയ്ക്ക് കിട്ടുന്ന ഹോളിഡേയ്സോ പബ്ലിക് ഹോളിഡേയ്സോ ഒക്കെയാണ്. അതിൽ പോലും നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ഇതൊക്കെ മാറ്റി നിർത്തിയാൽ നമ്മൾ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ടൈം കണ്ടെത്തുന്നത് കേട്ടോ. പലരുടെയും വിചാരം നമ്മൾ ഒട്ടും എഫേർട്ട് ഇടുന്നില്ല, ചുമ്മാ വെറുതെ ഇരിക്കുമ്പോൾ ഒരു വീഡിയോ എടുത്തിടുന്നു, അതിന് ഭയങ്കര റീച്ച് കിട്ടുന്നു, അങ്ങനെയൊക്കെയാണ്. ഒരിക്കലും അങ്ങനെയല്ല. ഒരു വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒത്തിരി എഫേർട്ടുണ്ട് അതിൻ്റെ പുറകിൽ. നമ്മൾ പ്രത്യേകിച്ച് ട്രാവൽ വീഡിയോസ് എടുക്കുമ്പോൾ ഭയങ്കര എഫേർട്ടാണ്. ഒരു ദിവസം കൊണ്ട് ഒരു ദിവസത്തിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3-4 പ്ലേസ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നിടത്ത് വീഡിയോ എടുക്കുമ്പം അതിൻ്റെ ആംഗിൾസും അല്ലെങ്കിൽ അത് എത്രയും നല്ല മനോഹരമായിട്ട് അവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് മുന്നിൽ നല്ലൊരു ഔട്ട്പുട്ട് വേണ്ട എനിക്ക് വയ്ക്കാൻ. അപ്പോൾ നമ്മൾ ബെസ്റ്റായിട്ടുള്ള നമ്മളെക്കൊണ്ട് പറ്റുന്നത്ര, ഇപ്പം എനിക്ക് ഭയങ്കര വലിയ എക്യുപ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഈ വീഡിയോ എല്ലാം എടുക്കുന്ന ഒരു പോക്കറ്റ് 3 യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൽ ഏറ്റവും നല്ല ഔട്ട്പുട്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണോ അത് തരാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മാക്സിമം അത്രത്തോളം ഞാൻ പരിശ്രമിക്കാറുണ്ട്. ഓക്കെ. പിന്നെ പല പല ആൾക്കാരുണ്ട് ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് അവൾക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെയ്യുന്ന, അവൾ എന്താണ് അനിറ്റയ്ക്ക് എന്താണ് കുഴപ്പം, കല്യാണം കഴിച്ചിട്ടില്ല, വീട്ടിലെ കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ നോക്കണ്ട, ഇഷ്ടംപോലെ അങ്ങനെ നടന്നാൽ മതി. അങ്ങനെയല്ല. വിവാഹം കഴിക്കാത്തവർക്കാണ് ഉത്തരവാദിത്തം കൂടുതൽ. അവർക്ക് പേരൻസിനെ നോക്കണം, വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണം. അത് കൂടാണ്ട് നമ്മുടെ ചുറ്റുപറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ, റിസ്കി ഫാക്ടേഴ്സ് ഉണ്ട്. ഇതെല്ലാം ശ്രദ്ധിക്കണം. തനി ഒരു വഴിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ കംപ്ലീറ്റ് നമ്മുടെ സെക്യൂരിറ്റിയാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ചുറ്റുവട്ടമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. സ്റ്റേ ചെയ്യാനുള്ള റിസോർട്ട് അത് സേഫ് ആണോ എന്ന് നോക്കണം. യാത്ര ചെയ്യുന്ന സമയത്ത് സേഫ്റ്റി അഷുറൻസ് വരുത്തണം. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ പല ആൾക്കാരോട് എനിക്ക് ഒരുപാട് പേരോട് ബോധിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് എനിക്ക് നിങ്ങളെ അങ്ങോട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമൊന്നും എനിക്കില്ല. ഇത് പലതവണ ഒരുപാടിടങ്ങളിൽ നിന്ന് കേട്ടപ്പോഴും ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചു അല്ലെങ്കിൽ വിളിച്ചും പിന്നെ എൻ്റെ പേരൻസിനോടൊക്കെ ആയിട്ട് സംസാരിക്കുന്നത് വെച്ചിട്ട് അങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറയുന്നതാണ്, ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്യുന്ന ഒരാളാണ്. ഞാൻ അത്ര പെട്ടെന്ന് ആരെയും ട്രസ്റ്റ് ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളിലും ഞാൻ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നത് പോലും നോക്കിയും കണ്ടും ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയുള്ള എനിക്ക് പോലും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അതായത് ഞാൻ ഭയങ്കര സംഭവമാണെന്നല്ല പറയുന്നത്, അത്ര ശ്രദ്ധിച്ചൊരു കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് പോലും എനിക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുന്നോട്ട് കൂടുതൽ കുറേയും കൂടെ ശ്രദ്ധിക്കും. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ഞാൻ ചെയ്യത്തുള്ളൂ. സോ ഈ വീഡിയോ എടുക്കുക എന്ന് പറയുന്നതോ അത് എഡിറ്റ് ചെയ്തിടുക എന്ന് പറയുന്നതോ അതിന് വേണ്ടിയിട്ട് ഗ്രൂമിങ് ചെയ്യുക എന്ന് പറയുന്നതോ അല്ലെങ്കിൽ നമ്മൾ പോകാനുള്ള പ്ലേസ് ഡിസൈഡ് ചെയ്യുക, അവിടെ സ്റ്റേ ഡിസൈഡ് ചെയ്യുക, ട്രാവൽ ചെയ്ത് പോയിട്ട് വരുന്നത് തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ചില സമയങ്ങളിലൊക്കെ. എന്നിട്ട് പോലും ഇതെല്ലാം എഫേർട്ട് എടുത്ത് ആ ഒരു ടൈമിങ്ങിൽ ഇതെല്ലാം ചെയ്യുന്ന പോലെ നല്ല എഫേർട്ടുള്ള കാര്യമാണ്. സോ വ്ളോഗ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണെന്നും അതൊരു ടൈം പാസ് ആണെന്നും അങ്ങനെ ആരും വിചാരിക്കരുത്, അങ്ങനെ ആരും പറയരുത്. എല്ലാ വർക്കിനും അതിൻ്റേതായ എഫേർട്ടുണ്ട്. പിന്നെ വ്ളോഗ് ചെയ്യുന്നവർക്ക് വേറെ ഒരു ജോലി ഇല്ലയെന്നും കരുതരുത്. ജോലിയുള്ള ആൾക്കാർ തന്നെ ആ ജോലി കഴിഞ്ഞിട്ട് അതിൽ എഫേർട്ട് ഇട്ട് അതിൻ്റെ ജോലി കഴിഞ്ഞിട്ട് സൈഡായിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അതായത് ഇത് ഞാൻ എൻ്റെ പാഷനായിട്ട് എടുത്തിരിക്കുന്ന കാര്യമാണ്. ഇതെൻ്റെ പാഷനാണ്. ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുക എന്നുള്ളതും ആ സമയത്ത് ഞാൻ ശരിക്കും ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട് 6 years 7 years അബോവ് ആയിട്ടുണ്ട്. ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്തു. അന്നൊന്നും എനിക്ക് വ്ളോഗ് എടുക്കാൻ തോന്നിയിട്ടില്ലെന്നുള്ള വാസ്തവം. പക്ഷെ പിന്നീട് എനിക്ക് തോന്നി കുറച്ച് വർഷങ്ങൾക്ക് ഇപ്പുറം ഞാൻ ഇത്രയധികം സ്ഥലങ്ങൾ പോകുന്നു, ഇതിൻ്റെ മെമ്മറീസ് എന്തുകൊണ്ട് എനിക്ക് വ്ളോഗായിട്ട് സൂക്ഷിച്ചുകൂടാ? ഇതെൻ്റെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ഇത് കിടക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആ സ്ഥലം കാണുകയും ഞാൻ പോയിട്ടുള്ള അതായത് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തതുപോലെ അവർക്ക് നാളെ ആ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകണം, അവർക്ക് ആ സ്ഥലങ്ങളെല്ലാം കാണണം അല്ലെങ്കിൽ ഇതുപോലെ എൻജോയ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അതൊരു ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ എനിക്കത് ഭയങ്കര ഹാപ്പിയുള്ള കാര്യമാണ്. എന്നെപ്പോലെ എല്ലാവരും ഇങ്ങനെ കറങ്ങി നടന്ന സ്ഥലം മുഴുവൻ കാണണം എന്നാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം. കാരണം നമുക്കാകെ കുറച്ച് ചെറിയൊരു ജീവിതമേ ഉള്ളൂ. അപ്പോൾ
ആ ഉള്ള സമയത്ത് നമ്മുടെ ലൈഫിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണണം. ഇതൊന്നും കാണാതെ ഇവിടെ വന്ന് ജനിച്ചു, വളർന്നു, ഒരു ജോലി കിട്ടി, കല്യാണം കഴിച്ചു, കുട്ടികളുണ്ടായി, അതൊക്കെ ഒന്നും ബാഡ് ആയിട്ടുള്ള കാര്യമാണെന്നോ നെഗറ്റീവായിട്ടുള്ള കാര്യമാണെന്നോ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത് മാത്രം കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങ് മരിച്ച് കഴിഞ്ഞു അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ എന്താണ്? ഒരു സമയമുണ്ടായിരുന്നു നമ്മുടെ സന്തോഷമല്ല, കുടുംബജീവിതം അല്ലെങ്കിൽ പ്രാരാബ്ദങ്ങൾ മാത്രമാണ് പ്രയോറിറ്റി എന്ന് നമ്മളെ വിശ്വസിപ്പിച്ചിരുന്ന ഒരു സമൂഹവും സമയവും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത് മാത്രമല്ല പ്രയോറിറ്റി. നമ്മുടെ ലൈഫ്, നമ്മുടെ ഹാപ്പിനെസ്സാണ് ഏറ്റവും പ്രയോറിറ്റി. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും തന്നെ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രയോറിറ്റി. നമ്മൾ ഹാപ്പി ആണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരെ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരുത്താൻ പറ്റുള്ളൂ. നമ്മൾ ഹാപ്പി ആണെങ്കിൽ നമ്മുടെ വർക്ക് നന്നായിട്ട് നടക്കുകയുള്ളൂ, നമ്മുടെ ഫാമിലി സന്തോഷമായിട്ടിരിക്കുകയുള്ളൂ, നമ്മുടെ കോവർക്കേഴ്സിനോട് നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റൂ, നമ്മുടെ ഫ്രണ്ട്സിനോട് നമുക്ക് അവരുടെ അടുത്ത് മിങ്കിൾ ചെയ്ത് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹാപ്പി ആവുന്ന കാര്യങ്ങൾ ചെയ്യുക, നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക, നെഗറ്റിവിറ്റി ഉപേക്ഷിക്കുക. എൻ്റെ ചുറ്റുമുള്ള പല ആളുകളുണ്ട്, ഒരു പണിയില്ല, അത് വേറൊരു രീതി, ജോലിയില്ല എന്നല്ല പറയുന്നത്, ജോലിയുണ്ട്, ജോലി കഴിഞ്ഞിട്ട് വേറൊരു പണിയില്ല, അവർക്ക് മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നില്ല, കുശുമ്പും അസൂയയും തന്നെ മാറുമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എത്ര പേരെ എനിക്കറിയാം, നമ്മുടെ കൺമുന്നിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ജോലിക്ക് വരിക, ജോലി ചെയ്യുക, വീട്ടിൽ പോവുക, വൈകുന്നേരം ചെന്ന് കഴിഞ്ഞുള്ള മെയിൻ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുറ്റുമുള്ള ആളുകളെ, അതായത് റിലേറ്റീവ്സിനെയോ വർക്കേഴ്സിനെയോ ഫ്രണ്ട്സിനെയോ ഒക്കെ വിളിച്ചിരുന്നിട്ട് അസൂയയും കുശുമ്പും കുറ്റവും പറയുക. അതായത് നമ്മളെക്കൊണ്ട് സാധിക്കാത്തത് മറ്റൊരാൾ ചെയ്യുന്നത് കാണുന്നു, അതുകൊണ്ട് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൽ കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ഉള്ളത് കണക്ട് ചെയ്ത് നമ്മൾ അറിയുപോലും ചെയ്യാത്ത കഥകളായിരിക്കും 75% കാര്യങ്ങൾ. ഞാൻ അതുകൊണ്ട് തന്നെ നേരത്തെ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പലരോടും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, എല്ലാ മനുഷ്യരിലും 50% നന്മയും 50% ബാഡ് ഹാബിറ്റ്സ് എന്തെങ്കിലുമൊക്കെ കാണും, അതായത് തിന്മയും നെഗറ്റിവിറ്റിയും കാണും. ഇതിൽ എത്രത്തോളം നന്മകൾ മുന്നിലോട്ട് കൊണ്ടുവരണം എന്നുള്ളത് നമ്മുടെ ഡിസിഷനാണ്. അത് എത്രത്തോളം ആ നെഗറ്റീവായിട്ടുള്ള എനർജീനെ നമ്മൾ എത്രത്തോളം അത് റിജക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വയ്ക്കണം എന്നുള്ളതും നമ്മുടെ ഡിസിഷനാണ്. നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കണം, നമ്മുടെ എക്സ്റ്റേണൽ അപ്പിയറൻസ് എങ്ങനെയായിരിക്കണം, നമ്മുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കണം, ഇതെല്ലാം നമ്മുടെ മാത്രം ഡിസിഷനാണ്. നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനുണ്ട്, അത് ആവശ്യത്തിലധികം ഉണ്ട്. സോ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കാൻ നോക്കണം, നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക. സോ ചുറ്റുമുള്ള കുറച്ച് ആൾക്കാരോട് പറയുന്നത്, നിങ്ങൾ അവിടെ ഇരുന്ന് പറയാനുള്ളതൊക്കെ പറഞ്ഞു, ഞാൻ ജോലിക്ക് പോകും, പൈസ ഉണ്ടാക്കും, എൻ്റെ പേരൻസിന് എന്തായാലും സന്തോഷമാണ്, അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ യാത്രകൾ കണ്ടിന്യൂ ചെയ്യും. എനിക്ക് ആരോഗ്യം ഉള്ളിടത്തോളം കാലം, എനിക്ക് ഈ കടന്നു പോകുന്ന ഈ പ്രായം പിന്നീട് റിക്കവർ ചെയ്ത് കിട്ടില്ല, എനിക്ക് പിന്നീട് വരില്ല ഈ ഒരു സമയം, ഈ ഒരു ഏജ്. അപ്പോൾ എനിക്കിപ്പോഴേ ഇത്രയധികം യാത്രകൾ ചെയ്യാൻ പറ്റും, ഞാൻ പോകും. അതിന് ഒരുപാട് അസൂയ കുശുമ്പോ നിങ്ങളല്ലേ കുറേ കഥ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ അതൊന്നും വകവയ്ക്കാൻ പോകുന്നില്ല. ഇത് ടോട്ടലി എല്ലാവർക്കും ഉള്ളൊരു മറുപടി. ഞാൻ ഓരോരുത്തരെ വിളിച്ച് ഇന്നേ വരെ ഞാൻ സംസാരിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. പിന്നെ എനിക്കതിന് താല്പര്യവുമില്ല. നിങ്ങൾ അതിന് അർഹയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇതിപ്പോൾ കംപ്ലീറ്റ്ലി ഞാൻ കാടടച്ചൊരു വെടിവെച്ചെന്ന് പറഞ്ഞു, അത് ടോട്ടലി ഒന്ന് പറഞ്ഞതാണ്. അതായത് കുറ്റം പറയുന്നവർക്ക് ഇരുന്ന് പറയാം, ഞാൻ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കി നടക്കാനാണ് നേരം, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ സന്തോഷങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് എനിക്ക് നേരം. ഓക്കെ, പിന്നെ എനിക്ക് കുറ്റം പറയാനും നേരമില്ല. എനിക്ക് ആവശ്യമില്ലാതെ അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഒരു കാര്യത്തിലേക്ക് സ്പ്രെഡ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ അകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈമില്ല. ടൈം എന്ന് പറയുന്ന സാധനം ഭയങ്കര പ്രീഷ്യസ് ആണ്. അത് ഇന്ന് കടന്നു പോയി കഴിഞ്ഞാൽ ഈ പോകുന്ന ഒരു സമയവും തിരികെ കിട്ടത്തില്ല. സോ എൻജോയ് ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ്. അത് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, എല്ലാവർക്കും ട്രാവലിംഗ് ആയിരിക്കണം ഇഷ്ടം എന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണോ അത് ചെയ്യുക, അത് എൻജോയ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി ഒരു വ്ളോഗുമായിട്ട് ഞാനിപ്പോൾ നിലവിൽ ഈ വ്ളോഗ് എടുക്കുന്നത് മൂന്നാറിലാണ്. ഇതിൻ്റെ വ്ളോഗ് വരുന്നുണ്ട്, അതായത് ഞാൻ മൂന്നാർ വട്ടവട കവർ ചെയ്തിട്ടുള്ള വ്ളോഗ് വരുന്നുണ്ട്. സോ എല്ലാവരും അത് കാണണം യൂട്യൂബിൽ. എന്നാൽ യൂട്യൂബ് ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.